ഒന്ന് രണ്ട് പേര് വന്ന് ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കുമെന്ന് തോന്നുകയാണ്. നിങ്ങൾക്കും കിട്ടുന്ന ഉൾക്കാഴ്ചകൾ പറയാം കേട്ടോ. പരിശുദ്ധാത്മാവിന് യാതൊരു പക്ഷപാതവുമില്ല. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞെന്താ? ഈ പ്രവാചകന്മാർ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദൈവം അതുപോലെയുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് യോഹന്നാനേക്കാൾ വലിയവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ദൈവം അതിനനുസരിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നൽകും. എൻ്റെ പേര് റോസി ബേബി. ഞാനിവിടെ ശുശ്രൂഷയാണ്. ഞാൻ ഈ ധ്യാനം കൂടാനായിട്ട്, അതായത് ദൈവത്തിൻ്റെ നീതി, അത് ശരിക്കും ഫരിസ്യരുടെ നിയമജ്ഞരുടെ നീതിനെ അതിജീവിക്കണേണ്. അതെല്ലാ ദിവസവും ബലിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെ അറിയുക, ശരിക്കും അതും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഇതെന്താണെന്നൊന്ന് വചനം വായിക്കുമ്പോഴും ഞാൻ പറയുമായിരുന്നു, എൻ്റെ അപ്പം ഇതെന്താണെന്നൊന്ന് എനിക്കറിഞ്ഞൂടെ, ഇതൊന്നും എനിക്ക് മനസ്സിലാക്കി തരണേ എന്നെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ധ്യാനം കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ അറിഞ്ഞിട്ട്, അപ്പം ഞാനിവിടെ സിസ്റ്ററിനോട് വന്ന് ചോദിച്ചപ്പോൾ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ ഭർത്താവ് ഈ 28-ാം തീയതി 3 പ്രാവശ്യത്തെ അറ്റാക്ക് കഴിഞ്ഞതാണ്. ഈ 28-ാം തീയതി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഭർത്താവും 3 പെൺകൊച്ചുങ്ങളാണ്, ഒരു മോളും കൂടി വീട്ടിലുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ താമസിച്ച് ഈ ധ്യാനം കൂടാൻ പറ്റൂല. എന്നിട്ട് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞ് ബലി കൊടുക്കുമായിരുന്നു. എൻ്റെ പിതാവേ, നീ എന്നെ ഈ ധ്യാനത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ തടസ്സം മാറ്റി എനിക്ക് ഈ ധ്യാനം കൂടാൻ നീ എന്നെ അനുവദിക്കണം. എല്ലാ ദിവസവും ബലിയിലും ദിവ്യകാരനും ഈശോയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയും, ചേച്ചി അന്ന് വാ, എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞെന്ന് നോക്കട്ടെ, എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഭയങ്കര ആഗ്രഹത്തോടുകൂടി ഇവിടെ വന്ന് ശനിയാഴ്ച. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ അതേ വന്നിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല പോരെന്ന് പറഞ്ഞു. ഞാൻ ഈശോയോടാണ് ചോദിച്ചുകൊണ്ടെല്ലാം ഇരുന്നത്. പക്ഷേ ഈ ധ്യാനം കേട്ടപ്പോൾ എനിക്ക് ബ്രദർ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ശരിക്കും ഒരു വലിയൊരു പ്രകാശം വന്ന് ഉദിക്കുന്ന പോലെ, ശരിക്കും ദൈവത്തിൻ്റെ നീതി പരിശീലന, അതായത് ആ സ്നേഹം എന്ന് പറയണത് എന്താണെന്ന് ബ്രദർ, ആ പാപിനിയായ സ്ത്രീയുടെ സഖ്യേവസിൻ്റെ ആ ഓരോ സ്നേഹത്തെയും കുറിച്ച് ഇത് ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഈ സ്നേഹം എന്താണപ്പാ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ബ്രദർ ആ ഓരോ സ്നേഹവും എന്താണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര ഒരു വെളിപ്പെടുത്തലായിട്ടാണ് എനിക്ക് അതെല്ലാം തോന്നിയത്. ഒരു ഉൾക്കാഴ്ച ഇങ്ങനെ തുറന്നു തരണ പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. അതേപോലെ ഞാൻ ഇന്നലെ വീട്ടിലോട്ട് പോകണമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഇവിടെ 8 മണി കഴിഞ്ഞിട്ട് ബസ്സൊന്നും ഉണ്ടായില്ല. ഈ അറ്റാക്ക് കഴിഞ്ഞ് ഭർത്താവ് തന്നെയാണ് എന്നെ വന്ന് കൊണ്ടുപോകിച്ച്. അപ്പോൾ ഈശോയ്ക്ക് ഭയങ്കരമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി. പക്ഷേ ഈ 2:45 ഞാൻ എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ശരിയല്ല, ഞാൻ ലയിച്ചു ചേരൂലായിരുന്നു. ബാക്കി എല്ലാവരെയും നിർത്തി. ലയിച്ചു ചേരണ ഒരു പരിപാടി എനിക്ക് ഉണ്ടായില്ല. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ലയിച്ചു ചേരണ പരിപാടി നിർത്തി കളഞ്ഞേച്ചി. എന്നാലും എല്ലാ ദിവസവും ഈശോ 1 മണിക്ക് വിളിച്ചാലും ഞാൻ എല്ലാ ദിവസവും എഴുന്നേക്കുമായിരുന്നു. പക്ഷേ ഈ ഇവിടുത്തെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ആ ലയിച്ചു ചേരണേൻ്റെ അനുഭവം, സംസാരിക്കാതെ അപ്പൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം, അതൊക്കെ ഒരു പ്രത്യേക ഒരു ഇതായിട്ട് ഈശോ മനസ്സിലാക്കി തന്നു. അത് ഇന്നലെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2:45 എഴുന്നേറ്റ് ഇച്ചിരി നേരം ഈശോൻ്റെ അടുത്ത് എഴുന്നേറ്റത് തന്നെ ജ്ഞാനമാണ് ഞാൻ തന്നെത്താൻ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ്, ജ്ഞാനമാണ് ഞാൻ. പിന്നെ കൃപ തോന്നണമേ ആ പാട്ടാണ്, എന്നോട് കൃപ ആ പാട്ട് പാടിക്കൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഇതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. പക്ഷേ ഈശോയുടെ അടുത്ത് ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര വേദന, മുതുക് മുഴുവനും എനിക്ക് ശക്തമായ വേദന. അത് കഴിഞ്ഞ് ആ വേദന നെഞ്ചിലോട്ട് വന്നു. എനിക്ക് ഇരിക്കാൻ പറ്റണില്ല, കിടക്കാൻ പറ്റണില്ല, എനിക്കറിഞ്ഞുകൂടെ, ഞാൻ ഓടണം ഭയങ്കര. എനിക്കത് എങ്ങനെയാണ് നിങ്ങളോട് അറിഞ്ഞുകൂടെ പറയാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിൽക്കണം, ചേട്ടൻ എനിക്ക് പാടില്ലെന്ന് പറഞ്ഞിട്ട് നോക്കണ പോലും ഇല്ല. അത് കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. 5:00 അവരെയൊക്കെ വിളിച്ച്
അവർ പള്ളിയിലോട്ട് പോയി. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റൂലല്ലോ, തോമസ് പോൾ വെറുതെ പറഞ്ഞില്ലേ അതായത് എനിക്ക് കഞ്ഞിക്കൽ എടുത്തു വെക്കാൻ കുമ്പിടാൻ പോലും പറ്റില്ല, അത്രയും വേദന. അപ്പം ബ്രദർ പറഞ്ഞില്ല എൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഈശോയാണ്. അപ്പം ഞാൻ ഈ കഞ്ഞിക്കല്ലും എല്ലാം ഒരു വേദനിച്ചാണ്, ഭയങ്കര പ്രയാസത്തോടെ കഞ്ഞിയും കറിയും എല്ലാം ഞാൻ വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഭർത്താവിനെയൊക്കെ പള്ളിയിൽ വിട്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ അപ്പോൾ എന്തിനാണ് നീ പോകണം, നീ എന്നാലും ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ദൈവം തന്ന അനുഗ്രഹങ്ങളൊന്നും വെച്ചാൽ 17 വർഷം മുമ്പ് ഞാൻ വലിയൊരു രോഗിയായിരുന്നു. എൻ്റെ കച്ചേരികൾ അതൊന്ന് ബെൽറ്റൊക്കെ ഇട്ട് എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാണ് എൻ്റെ ഈശോ ഇവിടെ വന്ന് ധ്യാനം കൂടി, ആന്തരിക സൗഖ്യം ധ്യാനം കൂടി. അന്ന് എൻ്റെ അപ്പനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പാ അങ്ങനെ സൗഖ്യപ്പെടുന്ന 3 കൊച്ചുങ്ങളുടെ മുടി മാത്രം കെട്ടിക്കൊടുക്കാൻ പറ്റുള്ളായിരുന്നു, എനിക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പ എന്നെ സുഖപ്പെടുത്തി ഞാൻ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു അച്ഛനോടെ സിസ്റ്ററോടെല്ലാം പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ഈശോയോടാണ് പറഞ്ഞത്. പിന്നത്തെ വെള്ളിയാഴ്ച ഇവിടെ പണിച്ച് വിളിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന ടീമിലും പിന്നെ സാക്ഷ്യം പറയാനും അത് കഴിഞ്ഞ് കൗൺസിലിങ് അങ്ങനെ ഓരോ ശുശ്രൂഷയിലേക്കും എൻ്റെ ഈശോ ഉയർത്തി. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനോടാണ് എൻ്റെ ചേട്ടന് എൻ്റെ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞതല്ല. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇത് പോയിട്ട് എന്ത് കിട്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ അപ്പനെ എനിക്ക് ചോദിച്ചേക്കണ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല. എൻ്റെ ഹൃദയത്തിൽ ഒരു തീ എനിക്ക് അറിഞ്ഞോട് അങ്ങനെയോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന്. ഞാൻ എന്ത് ഈശോയോട് നല്ലോണം പ്രാർത്ഥിക്കും, ചേട്ടൻ ഭർത്താവിനെ അനുസരിക്കുകയും വേണം, ശുശ്രൂഷക്കും പോകണം. എൻ്റെ ചേട്ടനോട് സന്തോഷത്തോടെ ആക്കിയിട്ട് ഞാൻ ശുശ്രൂഷക്ക് വരുള്ളൂ. പക്ഷേ അന്ന് തുടങ്ങി ഇന്ന് വരെ ശുശ്രൂഷ മടങ്ങിയിട്ടില്ല. ഈശോയോട് ഞാൻ പറയും, ഈശോയെ കുറവുകൾ ധാരാളമുണ്ട്, ഈശോയെ കുറവുകളോടുകൂടിയാണ് ശുശ്രൂഷക്ക് വന്നത്, ആരും ഞാൻ മൂലം നശിച്ചു പോകാനായിട്ട് അനുവദിക്കരുത് കേട്ടോ, അപ്പം തന്നെ എൻ്റെ അതിരത്തിൽ വചനം വെച്ച് തരണേ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ധ്യാനത്തിൽ ശുശ്രൂഷക്ക് വരണത്. പക്ഷേ ഈ വേദനയെല്ലാം എനിക്ക് ശരിക്കും നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോരാൻ പോലും പറ്റണ്ടായില്ല. പക്ഷേ ശരിക്കും ഇത് തിന്മയാണ്, എന്നെ ഈ വചനം കേൾക്കാനായിട്ട് അനുവദിക്കാത്തതാണ്. ആ ഒരു വലിയ വിശ്വാസത്തോടെ ഞാൻ ശരിക്കും എനിക്ക് ഒട്ടും നടന്ന് ഒരു കാല് പോലും എനിക്ക് എടുത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ബസ്സിൽ കയറിയതെല്ലാം ഞാൻ എത്ര വിഷമിച്ചാണെന്നാ. ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തും ഈശോയുടെ അടുത്തും ചെന്ന് പറഞ്ഞു, എൻ്റെ ഈശോയെ എൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് ഈശോയെ, നീ ഇതിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിച്ച് അല്ല. ഞാൻ വന്നിട്ട് എൻ്റെ ബന്ധിഞ്ഞ് പൊട്ടിപ്പോയിച്ച് ഞാൻ ചിലപ്പോൾ മരിക്കുകയാണെങ്കിലും എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ബന്ധിഞ്ഞെ ഞാൻ എടുത്തിട്ട് എന്താണ് അത്ര ഞാൻ ശരിക്കും മരിച്ചു പോണ പോലത്തെ വേദനയായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ ആ സഹോദരി ആ മോള് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരീരവും രോഗത്തിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഞാൻ വന്ന് കയറുമ്പോൾ കേൾക്കുന്ന വചനം അതാണ്. പിന്നെ മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം. എൻ്റെ ഈശോയെ എനിക്കതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻ്റെ രോഗത്തിലോട്ട് നോക്കിയില്ല. ശരിക്കും എൻ്റെ ശരീരത്തിൽ വേദനയോടെ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷേ അതിനെക്കാട്ടി എല്ലാം എൻ്റെ അപ്പൻ്റെ സ്നേഹം ഈ ബ്രദറിലൂടെയാണ് അത് ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നത്. അപ്പം ആ സഖ്യൂസിന് ഇത്ര പാപിയായിരുന്നിട്ട് പോലും ആ സഖ്യൂസ് അബ്രാഹത്തിൻ്റെ പുത്രനാണ്, ആ പാപിനിയായ സ്ത്രീ. അതെല്ലാം ഓരോ കാര്യങ്ങളും. അതുപോലെ ഇപ്പം ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആ പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് നിത്യജീവൻ. അതിൻ്റെ ഓരോ ചുരുളിങ്ങനെ അഴിഞ്ഞ് വരണ പോലത്തെ ഒരനുഭവമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന. എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. Thank you. God bless you. Okay.